എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകകപ്പ് ക്യൂസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ചോദ്യം: മികച്ച കളിക്കാരനുള്ള അവാർഡിൻ്റെ പേര് എന്താണ്? ഉത്തരം: ഗോൾഡൻ ബോൾ. ചോദ്യം: ടൂർണമെൻറ്റിൽ ആകെ നടക്കുന്ന മത്സരങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം: 104 മത്സരങ്ങൾ. ആകെ നടക്കുന്ന മത്സരങ്ങൾ 104 എണ്ണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2026 ലോകകപ്പിലെ ഫൈനൽ മത്സരം നടക്കുന്നത് ഏത് നഗരത്തിലാണ്? ഉത്തരം: ന്യൂ ജേഴ്സി നഗരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് കിരീടങ്ങൾ നേടിയ രാജ്യം ഏതാണ്? ഉത്തരം: ബ്രസീൽ. 5 തവണ. ഉത്തരം ബ്രസീലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോകകപ്പിൽ മത്സരിച്ചതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഉത്തരം: ഐസ്ലാൻഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോകകപ്പ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം. ഉത്തരം: ദക്ഷിണ കൊറിയ. ഉത്തരം: ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എല്ലാ ടൂർണമെൻറ്റിലും പങ്കെടുക്കുന്ന ഒരേ ഒരു രാജ്യം ഏതാണ്? ഉത്തരം: ബ്രസീൽ. ഉത്തരം ബ്രസീലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു? ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആദ്യ പേര്. ഉത്തരം: ജൂൾസ് റിമെറ്റ് ട്രോഫി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ റെക്കോർഡ് ആർക്കാണ്? ഉത്തരം: ജസ്റ്റ് ഫോണ്ടെയിൻ, ഫ്രാൻസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3 ലോകകപ്പ് കിരീടങ്ങൾ നേടിയ ഒരേ ഒരു കളിക്കാരൻ ആരാണ്? 3 ലോകകപ്പ് കിരീടങ്ങൾ നേടിയ ഒരേ ഒരു കളിക്കാരൻ. ഉത്തരം: പെലെ. ബ്രസീൽ. ഉത്തരം: പെലെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2022 ഖത്തറിൽ നടന്ന ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം: അർജന്റീന. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2022 ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ നേടിയത് ആരാണ്? ഉത്തരം: ലയണൽ മെസ്സി, അർജന്റീന. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2022 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് ആരാണ്? ഉത്തരം: എംബാപ്പെ, ഫ്രാൻസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2030 ലോകകപ്പ് മത്സരങ്ങൾ എത്ര രാജ്യങ്ങളിലായാണ് നടക്കുന്നത്? ഉത്തരം: 6 രാജ്യങ്ങൾ. മൊറാക്കോ, സ്പെയിൻ, പോർച്ചുഗൽ, അർജന്റീന, പരാഗ്വേ, യുറാഗ്വേ. ചോദ്യം: ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഫിഫ ലോകകപ്പ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം: സിൽവിയോ ഗസാനിഗ. ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? ഫിഫയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരം: സൂറിച്ച്, സ്വിറ്റ്സർലാൻഡിൽ. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആദ്യ പേര് എന്താണ്? ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു? ഉത്തരം: യുൾറിമെ കപ്പ്. യുൾറിമെ കപ്പ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? ഉത്തരം: സന്തോഷ് ട്രോഫി. ഉത്തരം: സന്തോഷ് ട്രോഫി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? ഉത്തരം: ഡ്യൂറാൻഡ് ട്രോഫി. ഉത്തരം: ഡ്യൂറാൻഡ് ട്രോഫി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം എത്രയാണ്? ഒരു ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം: 90 മിനിറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടന്ന വർഷം
ഏതാണ്? ചോദ്യം ഇതാണ്. ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടന്ന വർഷം. ഉത്തരം 1991 ചൈനയിൽ വെച്ച്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം ഏതാണ്? ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ഉത്തരം അമേരിക്കയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ത്രോ ഇൻ, പെനാൾട്ടി ഷൂട്ടൗട്ട്, കോർണർ കിക്ക്, ഓഫ് സൈഡ്, കിക്ക് ഓഫ്, ഫ്രീ കിക്ക്, സഡൻ ഡെത്ത് എന്നീ പദങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ചോദ്യം ഇതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ഏത് കളിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഫുട്ബോൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എത്ര വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത്? എത്ര വർഷങ്ങൾ കഴിയുമ്പോഴാണ് ചോദ്യം. ഉത്തരം 4 വർഷങ്ങൾക്ക് ശേഷം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അന്താരാഷ്ട്ര ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന സംഘടന ഏതാണ്? അന്താരാഷ്ട്ര ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന സംഘടനയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഫിഫ. ഉത്തരം ഫിഫ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിഫയുടെ പൂർണ്ണനാമം എന്താണ്? FIFA യുടെ പൂർണ്ണനാമം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ. ചോദ്യം. ഫുട്ബോൾ ഗോൾ പോസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? ഫുട്ബോൾ ഗോൾ പോസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? ഉത്തരം 7.32 മീറ്റർ. അകലം 44 മീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിഫയുടെ ആപ്തവാക്യം. ചോദ്യം ഇതാണ്. ഫിഫയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം ഫോർ ദി ഗെയിം ഫോർ ദി വേൾഡ്. ചോദ്യം. ഫുട്ബോൾ ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം തെക്കേ അമേരിക്ക. ഉത്തരം തെക്കൻ അമേരിക്ക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എത്ര ടീമുകളാണ് 2022 വേൾഡ് കപ്പിൽ മത്സരിച്ചത്? ടീമുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 32 ടീമുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗോൾഡൻ ബൂട്ട് നേടിയ എംബാപ്പെ 2022 ലോകകപ്പിൽ ആകെ നേടിയ ഗോളുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം 8 ഗോളുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫ്രാൻസ് എത്ര തവണ ലോക കിരീടം നേടിയിട്ടുണ്ട്? ഫ്രാൻസ് എത്ര തവണ ലോക കിരീടം നേടിയിട്ടുണ്ട്? ഉത്തരം 2 തവണ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേര്? ഏറ്റവും മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന പുരസ്കാരം. ഉത്തരം ഗോൾഡൻ ഗ്ലൗ അവാർഡ്. ഗോൾഡൻ ഗ്ലൗ അവാർഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം. 21ാമത് ലോകകപ്പിന് വേദിയായ രാജ്യം. 21ാമത് ലോകകപ്പിന് വേദിയായ രാജ്യം റഷ്യ. ഉത്തരം റഷ്യ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റഷ്യയിൽ നടന്ന ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയത് ഏത് രാജ്യമാണ്? റഷ്യയിൽ നടന്ന ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ്? ഉത്തരം ഫ്രാൻസ്. ഉത്തരം ഫ്രാൻസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ. ഉത്തരം കേരളം. അടുത്തതായി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോളറിൻ്റെ പേര് കമൻറ്റിൽ അറിയിക്കുക. നന്ദി.